PSC Crown's പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ രണ്ടാം തീയതി നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അല്ലെ. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കറണ്ട് അഫയർ 2025 കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള 2-3 ചോദ്യങ്ങളാണ് ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കറണ്ട് അഫയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് 2025 നടന്ന മുഴുവൻ പരീക്ഷയുടെയും കളക്ട് ചെയ്ത് പഠിക്കണം. അതിനുവേണ്ടി പ്രത്യേക വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു നോക്കിയവർക്ക് എന്തായാലും ഒരു 3 മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇന്ന് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അത്ര റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇന്ന് രണ്ടാം തീയതി നടന്നിട്ടുള്ള പരീക്ഷയിൽ നിന്നും കറണ്ട് അഫയേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 9-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്കും ചോദിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് 2-ാം തീയതി നടന്ന പരീക്ഷയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷയുടെ ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC Crown യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ, കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് 25 മോഡൽ എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 9-ാം നടക്കാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഓരോരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു പോകാം. ഫസ്റ്റ് ഈ ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. 1925 എന്നാണ് കൊടുത്തേക്കുന്നത്. 1925 അല്ല, 2025 ആണ് അല്ലെ. 2025 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബിയയിൽ നിന്ന് മുംബൈയിൽ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? 2025 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബിയയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? നവശേവ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നവശേവ. അപ്പോൾ ഇതിന്റെ കണക്റ്റഡ് ഫാക്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം 2025 ജൂൺ 9 ഈ കപ്പൽ എന്താണ് കത്തിയമർന്നെന്ന 2025 ജൂൺ 9-ാം തീയതി കണ്ണൂരിലെ അഴീക്കൽ തീരത്ത് വെച്ച് വാൻ ഹായ് 503 എന്ന ചൈനീസ് കപ്പലിന്റെ പേരെന്താ? വാൻ ഹായ് 503 എന്ന് പറയുന്ന ചൈനീസ് കപ്പലിനാണ് എന്ത് ചെയ്തത്? ചൈനീസ് ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചത്. ഈ കപ്പൽ എങ്ങോട്ടെന്നാ പോയിരുന്നേ? കൊളംബിയയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്നു. ഏത് തുറമുഖത്തേക്ക്? നവശേവ തുറമുഖത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കപ്പലിൽ മൊത്തം 40 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര ജീവനക്കാരായിരുന്നു? 40 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അപകടകാരണമായിട്ട് പറയുന്നത് കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്താണ് സ്ഫോടനമായിട്ടുള്ള, അതായത് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ സ്ഫോടനമാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഏകദേശം 18 പേരെ രക്ഷപ്പെടുത്തി. അതിൽ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. 4 പേരെ കാണാതാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ രാസവസ്തുക്കൾ കൂടുതലും കടലിൽ ലയിച്ചു ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്കിടയിൽ കേരള തീരത്ത് ഏകദേശം 120 കിലോമീറ്റർ അകലെയാണ് ഇത് അപകടം നടന്നിട്ടുള്ളത്. ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്കിടയിലാണ് എന്ത് നടന്നിട്ടുള്ളത്? ഈ അപകടം നടന്നത് കേട്ടോ. എവിടെയാണ്? ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിന് ഇടയിലായിട്ടാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ബേപ്പൂർ അഴീക്കൽ തീരത്ത്. അപ്പൊ 2025 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് പറന്ന കപ്പലാണ് ഏത്? വാൻ ഹായ് 503 എന്ന് പറയുന്നത്. 2025 ജൂൺ 9 ഈ അപകടം നടക്കുന്നത്. 40 ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. 18ഓളം പേരെ കോസ്റ്റ് ഗാർഡ്സ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബേപ്പൂരും അഴീക്കൽ തീരങ്ങളുടെ തുറമുഖത്തിടയിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം നടന്നത്. ഈ ഒരു കപ്പൽ കൊളംബിയയിൽ നിന്ന് മുംബൈയിലേക്ക് തുറമുഖത്തേക്ക് കൊളംബിയയിൽ നിന്ന് വന്നിട്ട് മുംബൈയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നവശേഖ തുറമുഖത്തിലേക്കാണ് ഇത് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇത് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാനം ഏതാണ്? 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാനം ഏത്? ഈ ചോദ്യം ഞാൻ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ചെനാബ് പാലത്തെ കുറിച്ച് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് 2025 ചോദിക്കുന്നുണ്ട്. ചെനാബ് പാലം പഠിച്ചിട്ട് വേണം പോകാനെന്ന്. അത് കേട്ടിട്ടുള്ളവർക്ക് ഉത്തരം കിട്ടിക്കാണും. ചെനാബ് റെയിൽവേ പാലമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഈ ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം എന്ന് പറയുന്നത് അല്ലെ, ചെനാബ് പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ്. നരേന്ദ്രമോദിയാണിത് ഉദ്ഘാടനം ചെയ്തത്. എന്നാണിത്? 2025 ജൂൺ
ജൂൺ 6-ാം തീയതിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ജമ്മു കാശ്മീരിലാണ് ഈ പാലം ഉള്ളത്. എവിടെയാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ എന്താണ് റിയാസി ജില്ലയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇത് നമ്മുടെ ചെനാബ് നദിക്ക് എന്താണ് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അതായത് ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ഈ ചെനാബ് പാലം എന്ന് പറയുന്നത് കേട്ടോ. ഈ നദി തടത്ത് നിന്ന് 359 മീറ്റർ ഉയരത്തിൽ, നദി ഒഴുകുമ്പോൾ ആ നദിയുടെ തടത്ത് നിന്ന് 350 മീറ്റർ പൊക്കത്തിലാണ്, അതായത് 1178 അടി ഉയരത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. അതായത് നദിയിൽ നിന്ന് ഇത്ര പൊക്കത്തിൽ, അതായത് 159 മീറ്റർ പൊക്കത്തിലാണ് ഈ ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ പാരീസിലെ ഈഫൽ ടവർ ഉണ്ടല്ലോ, ഈ ഈഫൽ ടവറിനേക്കാളും കൂടുതൽ 35 മീറ്റർ കൂടുതലാണ് കേട്ടോ. പാരീസിലെ ഈഫൽ ടവറിനേക്കാളും 35 മീറ്റർ ഉയരം കൂടുതൽ എന്തിനുണ്ട്? നമ്മുടെ ഈ ചെനാബ് പാലത്തിനുണ്ട്. ഈ പാലത്തിന്റെ എന്താണ് ഏകദേശം ഒരു നീളം ചോദിക്കുവാണെങ്കിൽ ഒരു 1315 മീറ്റർ ആണ്. പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 1315 മീറ്റർ ആണ് പാലത്തിന്റെ നീളമായിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമാന ആകൃതിയിലുള്ള ഉരുക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണിത്. അതുകൊണ്ട് തന്നെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനായിട്ട്, അതായത് വലിയ പേമാരികളെയും ഭൂകമ്പത്തെയും ഒക്കെ മറികടക്കാൻ പാകത്തിനാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ജമ്മു കാശ്മീരിനെ ശ്രീനഗറിനെ റെയിൽ മാർഗം ബന്ധിപ്പിക്കുക എന്താണ് ഈ പാലത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേട്ടോ. എന്താ പ്രധാനപ്പെട്ട ലക്ഷ്യം? ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും റെയിൽ മാർഗം ബന്ധിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ചെനാബ് പാലം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന പ്രധാന ലക്ഷ്യമായിട്ട് വരിക കേട്ടോ. അതുപോലെ വലിയ കാറ്റുകളെയും പേമാരിയെയും ഭൂചലനത്തെയും ഒക്കെ എതിർത്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഈ പാലത്തിന് ഉണ്ട്. അപ്പൊ ചെനാബ് പാലത്തിന് പ്രത്യേകത എന്താണ്? 2025 ജൂൺ 6-ാം തീയതിയാണ് ഈ ഒരു പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ജമ്മു കാശ്മീരിന്റെ റിയാസി ജില്ലയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാലമാണ് ചെനാബ് പാലം എന്ന് പറയുന്നത്. ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നദീതടത്ത് നിന്ന് എത്രമാത്രം പൊക്കത്തിലാണ്? 359 മീറ്റർ പൊക്കത്തിലാണ്. അതായത് നമ്മുടെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം കൂടുതലാണ് ഈ ഒരു ചെനാബ് പാലത്തിന്. അതുപോലെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 1315 മീറ്റർ ആണ്. കമാന മാതൃകയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യം ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും റെയിൽ മാർഗം ബന്ധിപ്പിക്കുക എന്താണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പൊ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്താണ്? ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് കുറഞ്ഞ അളവില് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജനയാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക്, അതായത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് അല്ലെ ഈ ഒരു അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, പട്ടിണി ഇല്ലാതാക്കുക, പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമമാക്കി പ്രവർത്തിക്കുക, രാജ്യത്തെ ഏറ്റവും ദരിദ്ര കുടുംബങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാക്കുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുർബല വിഭാഗക്കാരുടെയും ഒക്കെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി, അതായത് അന്ത്യോദയ അന്ന യോജന ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി പ്രകാരം ഈ ഒരു കുടുംബത്തിന് 35 കിലോ ഭക്ഷ്യധാനങ്ങൾ ലഭിക്കുക. എത്ര കിലോ ഭക്ഷ്യധാനങ്ങളാണ് ഈ കുടുംബത്തിന് ലഭിക്കുക? പദ്ധതി പ്രകാരം 35 കിലോ ഭക്ഷ്യധാനങ്ങളാണ് ഒരു മാസം ലഭിക്കുക. അരിക്ക് 3 രൂപയായിരിക്കും. അരിക്ക് എത്ര രൂപയാണ് ഈടാക്കുന്നത്? പദ്ധതി പ്രകാരം അരിക്ക് 3 രൂപയായിരിക്കും. ഗോതമ്പിനാണെങ്കിൽ 2 രൂപയുമായിരിക്കും ഈടാക്കുക. ഗോതമ്പിന് 2 രൂപ, അരിക്ക് 3 രൂപ എന്നിങ്ങനെ കൂടാതെ മറ്റ് ആവശ്യ വസ്തുക്കൾക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കാറുണ്ട്. കേരളത്തിൽ ഇതിനായി പ്രത്യേക ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. ആ കാർഡിന്റെ കളർ മഞ്ഞയായിരിക്കും കേട്ടോ. ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന റേഷൻ കാർഡിന്റെ കളർ മഞ്ഞയായിരിക്കും. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് ലഭിക്കുന്നത് ദാരിദ്ര്യക്ക് താഴെയുള്ള ഏറ്റവും ദാരിദ്ര്യപ്പെട്ട കുടുംബങ്ങൾക്കായിരിക്കും ലഭിക്കുക. അതുപോലെ സ്ഥിര വരുമാനം ഇല്ലാത്ത കൂലിപ്പണിക്കാര്, ഓട്ടോറിക്ഷ തൊഴിലാളികള്,
തെരുവ് കച്ചവടക്കാർക്കും വരുമാനമില്ലാത്ത മുതിർന്ന പൗരന്മാർക്കും വിധവകൾ കുടുംബനാഥയായിട്ടുള്ള കുടുംബാംഗങ്ങൾക്കും ശാരീരിക മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്നവർക്കും ഉള്ള കുടുംബങ്ങളിലുള്ള ആളുകൾക്കായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി പ്രകാരം ഈ ഒരു ഭക്ഷ്യക്കിറ്റ് ലഭിക്കുക കേട്ടോ. അപ്പൊ അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രത്യേകത എന്താ? ദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യസാധനം നൽകുന്നതാണ് ഈ പദ്ധതി. 35 കിലോ അരിയാണ് മാസം ലഭിക്കുക. അരി 3 രൂപയ്ക്കും അതുപോലെ ഗോതമ്പ് 2 രൂപയ്ക്കും ലഭിക്കും. കൂടാതെ തന്നെ മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി നിരക്കിലും ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കുന്നതായിരിക്കും. പട്ടിണി ഇല്ലാതാക്കുകയും പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്തുകയും രാജ്യത്തെ ദരിദ്ര കുടുംബങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടുകയും സ്ത്രീകൾക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദുർബല വിഭാഗങ്ങൾക്ക് പോഷകാഹാരക്കുറവ് പരിഹരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായിട്ട് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ദാരിദ്ര്യക്ക് താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ സ്ഥിര വരുമാനമില്ലാത്ത കൂലിപ്പണിക്കാര്, ഓട്ടോ ഓടിക്കുന്നവര്, ഓട്ടോറിക്ഷ തൊഴിലാളി, തെരുവ് കച്ചവടക്കാര്, വരുമാനമില്ലാത്ത മുതിർന്ന പൗരന്മാര്, വിധവകൾ, കുടുംബനാഥയുള്ള വ്യക്തികൾ, ശാരീരിക മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്നിവർക്കൊക്കെ ആയിരിക്കും ഈ പദ്ധതി പ്രകാരം പ്രയോജനം ഉണ്ടാകുക. കൂടാതെ ഇതിനകത്ത് നൽകുന്ന റേഷൻ കാർഡിന്റെ കളർ മഞ്ഞ കളർ ആയിരിക്കും എന്നുകൂടി ഓർക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏത് പേരിലായിരുന്നു? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടപടി ഏതു പേരിൽ അറിയപ്പെട്ടു? ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് രൂക്ഷമായ സമയത്ത് സംഘർഷ മേഖലയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ദൗത്യമാണ് ഇത് ഓപ്പറേഷൻ സിന്ധു. ഇത് ആരംഭിച്ചത് 2022 ജൂൺ 18 തീയതിയാണ് കേട്ടോ. 2022 ജൂൺ 18 15 തീയതിയാണ് ഈ ഒരു പദ്ധതി ദൗത്യം ആരംഭിക്കുന്നത്. അപ്പോ ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായ സംഘർഷ മേഖലയിലെ ഇസ്രായേൽ ഇറാൻ യുദ്ധം സംഘർഷമായ മേഖലയിലെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സിന്ധു. 2025 ജൂൺ 18 തീയതിയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് കേട്ടോ. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഇറാനിലും ഇസ്രായേലും കുടുങ്ങിയ പൗരന്മാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഇതിനകത്ത് ഈ ഒഴിപ്പിന് ഭാഗമായി തിരിച്ചെത്തിയ മലയാളികളെ കേരളത്തിൽ എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വിമാന ടിക്കറ്റും ഭക്ഷണ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി നൽകിയിരുന്നു. അപ്പൊ സംസ്ഥാന സർക്കാരും വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ദൗത്യത്തിന് ആയിരക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും സുരക്ഷിതമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറാൻ, ഇസ്രായേൽ, ജോർദാൻ, ഈജിപ്ത്, അർമേനിയ, തുർക്കിമെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ സഹായം ഇന്ത്യക്ക് ഈ സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു. 2025 ജൂൺ 18 തീയതിയാണ് പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. അടുത്തത് നമ്മുടെ പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? പഹൽഗാം തീവ്രവാദ ആക്രമണം തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതെന്നാണ്. എന്താണ് ആ ഡാം കറക്റ്റ് ആയിട്ട് വരിക? ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എന്തൊക്കെയാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, എന്നാണ് ഇത് നടന്നത്? 2025 ഏപ്രിൽ 22-നാണ് പഹൽഗാമില് ഒരു വലിയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നത്. പഹൽഗാം സന്ദർശിക്കുക, ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസ് സന്ദർശിക്കാൻ വന്ന 26 ടൂറിസ്റ്റുകളെയാണ് ഭീകരാക്രമകര് വെടിവെച്ച് കൊല്ലുക ചെയ്തത്. അതിനകത്ത് ഒരാൾ നേപ്പാൾ സ്വദേശിയും ബാക്കി 5 പേര് നമ്മുടെ ഇന്ത്യക്കാരും ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ആക്രമണം നടന്നത് എവിടെയാ? ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ് നടക്കുന്നത്? അനന്ത്നാഗ് എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ ഒരു ഭീകരാക്രമണം നടന്നത്. ഈ ഒരു ഭീകരാക്രമണത്തെ തടയാനായിട്ട് അവിടുത്തെ ഒരു തദ്ദേശീയ വ്യക്തി ശ്രമിക്കുകയും അദ്ദേഹവും ഈ ഒരു ഭീകരാക്രമണത്തിൽ വെടിവെറ്റിലൂടെ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അനന്ത്നാഗ് ജില്ലയിലാണ് ഈ ഒരു ഭീകരാക്രമണം നടക്കുന്നത്. 26 പേരാണ് മൊത്തം കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഘടന പാകിസ്ഥാനിലെ ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഈ തൊയ്ബയുമായി ബന്ധമുള്ള ദി റെസിഡൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന്റെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഭീകരാക്രമണത്തിന് മറുപടി എന്നോണം ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷന്റെ പേരെന്താണ്? എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാ? ഓപ്പറേഷൻ സിന്ദൂർ. ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ് ഈ ഒരു ഇത് നടത്തിയിട്ടുള്ളത്. അതായത് ഈ ഒരു ഭീകരാക്രമണത്തില്
ഇന്ത്യ നടത്തിയിട്ടുള്ള സൈനിക മുന്നേറ്റമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലേക്ക് കടന്നു കയറുകയും പാകിസ്ഥാനിലെ ഭീകരാക്രമണ സംഘങ്ങൾ വെടിവെച്ച്, അതായത് ബോംബിട്ട് തകർക്കുകയും ഇന്ത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഒരു പകൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ മറ്റൊരു സൈനിക മുന്നേറ്റമാണ് ഏത്? ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ്? ഓപ്പറേഷൻ മഹാദേവ്. എന്താണ് ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരെ വധിക്കുന്നതിന് വേണ്ടി ഇന്ത്യ കൊടുത്തിട്ടുള്ള സൈനിക മുന്നേറ്റമാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കണം. അപ്പൊ 2025 ഏപ്രിൽ 22-നാണ് ഈ പകൽഗാമിന്റെ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. 26 പേരാണ് മൊത്തം കൊല്ലപ്പെട്ടത്. അതിനകത്ത് ഒരു നേപ്പാൾ സ്വദേശിയും ബാക്കി 25 ഇന്ത്യക്കാരുമായിരുന്നു. തദ്ദേശീയരും ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് എന്ന് പറയുന്ന ജില്ലയിലെ പകൽഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. ഇതിന് സൈനിക മുന്നേറ്റം, അതായത് ഇന്ത്യ കൊടുത്തൊരു തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പകൽഗാം ഭീകരാക്രമണം ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ മഹാദേവ്. ഈ ഒരു ഭീകരാക്രമണത്തിൽ പിന്നിൽ പ്രവർത്തിച്ച 3 തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ വധിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്ന മുന്നേറ്റം എന്ന് ഓർത്തിരിക്കുക. ഇതിനു വേണ്ടി ഉത്തരവാദിത്തം, ഈ ഒരു അപകടം നടന്ന് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഘടന ഏതാണ്? പാക് ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ദി റെസിഡൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR-450 അനുച്ഛാദനം ചെയ്ത രാജ്യം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ എന്താണ് ഹൈസ്പീഡ് ട്രെയിൻ CR-450 അനുച്ഛാദനം ചെയ്ത രാജ്യം ഏതാണെന്ന്? ഏതാ? ചൈനയാണല്ലേ. ചൈന. എന്താണ് ഈ ഒരു ട്രെയിനിന്റെ പ്രത്യേകത? ചൈന വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ആണ് ഏത്? CR-450 എന്ന് പറയുന്നത്. എന്ത് ട്രെയിൻ അത്? ഇതൊരു ബുള്ളറ്റ് ട്രെയിൻ കൂടിയാണ് കേട്ടോ. അപ്പൊ ഇത് ആരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്? ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പ് കോർപ്പറേഷൻ ആണ്. ആരാണ്? ചൈന സ്റ്റേറ്റ് എന്താണ് റെയിൽവേ ഗ്രൂപ്പ് കോർപ്പറേഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പരീക്ഷണ വേഗത എന്ന് പറയുന്നത് 400 കിലോമീറ്റർ ആണ് കേട്ടോ. 450 കിലോമീറ്റർ ആണ് ഇതിന്റെ പരീക്ഷണ വേഗത. ഇതിന്റെ പ്രവർത്തന വേഗത എന്ന് പറയുന്നത് 400 കിലോമീറ്റർ ആണ്. 400 കിലോമീറ്റർ ആണ് ഇതിന്റെ എന്താണ് പ്രവർത്തന വേഗത. 450 കിലോമീറ്റർ ആണ് ഇതിന്റെ പരീക്ഷണ വേഗത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വേറെ പ്രത്യേകത കാർബൺ ഫൈബർ പോലുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കാർബൺ ഫൈബർ പോലുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ട്രെയിന് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഊർജ്ജക്ഷമത, ഇതിന്റെ എയറോ ഡൈനാമിക്സ് ഡിസൈൻ കാരണം വായുവിന്റെ പ്രതിരോധം 22% കുറവുമായിരിക്കും കേട്ടോ. നല്ല ഉയർന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് സംവിധാനം ഈ ഒരു ട്രെയിനിന് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനു മുൻപ്, അതായത് ഇതിനു മുമ്പ് ചൈനയിൽ ഉണ്ടായിരുന്നായിരുന്നു ഏറ്റവും വലിയ സ്പീഡ് കൂടിയ ട്രെയിൻ. അതെന്ന് പറയുന്നത് CR-400 ആയിരുന്നു. അപ്പൊ CR-400 ആയിരുന്നു CR-450 വരുന്നതിന് മുമ്പ് ചൈനയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ എന്ന് പറയുന്നത്. അതിനെ മറികടന്നുകൊണ്ടാണ് CR-450 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചൈന പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? കേരളത്തില് സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതെന്ന്? കേരളത്തില് സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനമാണ് അല്ലെ. ജീവനം. എന്താണ് ജീവനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് കുറ്റകൃത്യങ്ങളുടെ ഇരയാക്കൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കി സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള അത് ലക്ഷ്യമിട്ടുകൊണ്ടൊരു സ്വയം തൊഴിൽ പദ്ധതിയാണിത്, ഈ ജീവനം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പൊ ഇതൊരു സ്വയം തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. കേരള സർക്കാരും സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണേത്? ജീവനം സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതി എന്ന് പറയുന്നത്. ഇനി മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്കും കുറ്റകൃത്യങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജീവനം പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് ഈ പദ്ധതി പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ അത്താണിയായിരുന്ന വ്യക്തി കുറ്റകൃത്യത്തിന് ഇരയാകുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ഉപജീവന മാർഗം നിലച്ചു പോവുകയോ ചെയ്താൽ അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നിരിക്കുന്നത്.
ഇതിനകത്ത് ആദ്യ ഗഡുവായിട്ട് ഗവൺമെന്റ് നൽകുന്നത് 20,000 രൂപയായിരിക്കും കേട്ടോ. അപ്പൊ 20,000 രൂപയായിരിക്കും ആദ്യ ഗഡുവായിട്ട് എന്ത് ചെയ്യുന്നത്, സർക്കാർ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം 1,00,000 രൂപ താഴെ ആയിരിക്കണം. കുറ്റകൃത്യം നടന്ന് 5 വർഷത്തിനകം അപേക്ഷ സമർപ്പിച്ചിരിക്കണം. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ വഴിയാണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്ത് നടപ്പിലാക്കുന്നത്. അപ്പൊ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ സർക്കാർ നടപ്പിലാക്കുന്ന ഒരു വേതന തൊഴിൽ പദ്ധതിയാണ്, അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതിയാണ് ഏത്, സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പദ്ധതിയാണ് ഈ ജീവനം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏതാണ് ആ ഇന്ത്യൻ സംസ്ഥാനം? രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാ? കേരളമാണ് കേട്ടോ. എന്താണ് ഈ ഒരു ബില്ല് കൊണ്ട് കേരളം അർത്ഥമാക്കുന്നത്? അതായത് വയോജനങ്ങളുടെ ക്ഷേമവും അവകാശ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ പാസാക്കിയ ഒരു സുപ്രധാന നിയമമാണ് കേട്ടോ എന്ത്, നമ്മുടെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് 2025 എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേട്ടോ കേരളം. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വയോജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോട് കൂടിയ ഒരു കമ്മീഷനാണ് കേട്ടോ ഇത്. ഇതിന്റെ പ്രത്യേകത എന്താ? വയോജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോട് കൂടിയ ഒരു കമ്മീഷനാണ് ഈ ഒരു എന്ത് കമ്മീഷൻ എന്ന് പറയുന്നത്? കേരള സംസ്ഥാന വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 4ൽ കൂടാത്ത അംഗങ്ങളും കമ്മീഷൻ ഉണ്ടാകും. ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, 4ൽ കൂടാത്ത അംഗങ്ങൾ ഉണ്ടാകും. ഈ ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും വയോജനങ്ങളായിരിക്കണം. ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും എങ്ങനെയായിരിക്കും? പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തു നിന്നുള്ള ഒരാളെയും ഒരു വനിതയും ഇതിനകത്ത് നിർബന്ധമായിട്ടും അംഗമായിരിക്കണം. അപ്പോൾ ഒരു ചെയർപേഴ്സണും 4ൽ കൂടാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ അംഗങ്ങളും ചെയർപേഴ്സണും വയോജനം ആയിരിക്കണം, അതായത് പ്രായമുള്ളവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തു നിന്നുള്ള ഒരാളും ഒരു വനിതയും നിർബന്ധമായിട്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട ഈ ഒരു കമ്മീഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ, വയോജനയുടെ പുനരധിവാസവും നിയമപരമായ സഹായം, അവരുടെ കഴിവുകൾ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുക, ലക്ഷ്യങ്ങൾ വയോജനങ്ങൾ നേരിടുന്ന അവഗണന, ചൂഷണം, ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നൊക്കെയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് 2025 കേരളത്തിലെ മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായിട്ടുള്ള ജീവിതം ഉറപ്പാക്കുക. 2025 കേരളത്തിലെ മുതിർന്ന പൗരന്മാർക്ക് എന്താണ്? കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം ഉറപ്പാക്കുക എന്നാണ് ഈ ഒരു ബില്ല് കൊണ്ട് പ്രധാനമായിട്ടും എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുകൂടി ഓർക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ ചാറ്റ് ബോട്ട്? ഡീപ്സീക്ക് എന്ന ചാറ്റ് ബോട്ടിനെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ചൈനീസ് AI കമ്പനി വികസിപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പൊ എന്താണ്? ഇതൊരു ചൈനീസ് കമ്പനിയാണ് ഈ ഒരു AI ഡീപ്സീക്ക് എന്ന് പറയുന്ന ഒരു AI. ഉത്തരം ഏതാണ്? ഡീപ്സീക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇതൊരു ചൈനീസ് കമ്പനിയാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആഗോളതലത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് കൂടിയാണ് കേട്ടോ ഡീപ്സീക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഡീപ്സീക്ക് V3, ഡീപ്സീക്ക് R1 എന്നൊക്കെ പറയുന്നതിന്റെ വളരെ പ്രത്യേകതയാണ്. ഡീപ്സീക്ക് എന്താണ്? V3 അതുപോലെ തന്നെ ഡീപ്സീക്ക് R1 ഒക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഷ മോഡലുകളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ കുറഞ്ഞ സാങ്കേതിക വിദ്യയും ചെലവും ഉപയോഗിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ മോഡലുകൾക്ക് സാധിക്കും കേട്ടോ. കുറഞ്ഞ സാങ്കേതിക വിദ്യയും ചെലവും ഉപയോഗിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. വെറും ടെക്സ്റ്റ് മാത്രമല്ല, ചിത്രങ്ങൾ, വോയിസ് പോലുള്ള ഇൻപുട്ടുകൾ പ്രോസസ് ചെയ്യാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ഈ ഒരു എന്താണ് ഡീപ്സീക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാറ്റ് ബോട്ടിന് സാധിക്കുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് കൂടിയാണ് ഡീപ്സീക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്?
ഒന്നും രണ്ടുമാണ് അല്ലെ. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഒന്നും രണ്ടുമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ പട്ടികയിൽ ലോക പ്രധാനമുള്ള നിരവധി രേഖകൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. മനുഷ്യരാശിയുടെ ചരിത്രത്തിനും സംസ്കാരത്തിനും വലിയ സംഭാവന നൽകിയിട്ടുള്ള ഡോക്യുമെന്ററി പൈതൃകങ്ങളെയാണ് ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പൈതൃകങ്ങളെ ഡയറക്റ്റ് ആയിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി യുനെസ്കോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും നാട്യശാസ്ത്രവും ഭഗവത്ഗീതയുമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനകത്ത് പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെ തത്വചിന്തയും പ്രകടന കലയുടെ ആഴം മനസ്സിലാക്കാനായിട്ട് ഈ ഗ്രന്ഥങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്ന രീതിയിലാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും യുനെസ്കോയുടെ ഈ പട്ടികയിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ മാനവരാശിയുടെ അവകാശങ്ങൾക്കുള്ള സാർവത്രിക പ്രഖ്യാപനവും അതുപോലെ ചാൾസ് ഡാർവിന്റെ ആർക്കൈവുകളും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ രേഖകള് വനിതകളുടെ സംഭാവനകള് ഒക്കെ ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ പുതുക്കുന്നതാണ്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന രേഖകൾ സംരക്ഷിക്കുന്നതും അവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും യുനെസ്കോ സഹായം നൽകുന്നു. 2025 74 രേഖകളാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. അപ്പൊ 2025 എത്ര 74ഓളം ഇതിനകത്താണ് ഈ ഒരു ഇതിനകത്തേക്ക് ഈ യുനെസ്കോയുടെ ഈ പട്ടികയിലേക്ക് പുതിയതായിട്ട് ലേറ്റസ്റ്റ് ചെയ്യുന്ന 2 വർഷം കൂടുമ്പോഴാണ് യുനെസ്കോ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു പട്ടിക പുറത്തിറക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ തവണ 25 പുറത്തിറക്കിയ പട്ടികയിൽ 74 ഐറ്റംസ് ആണ് ഇടം പിടിച്ചിട്ടുള്ളത്. അതിനകത്ത് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചിട്ടുള്ളത്. അതുകൂടാതെ നിരവധി കാര്യങ്ങളൊക്കെ ഈ പട്ടികയിൽ 74ഓളം ഐറ്റംസ് ഇടം പിടിച്ചിട്ടുണ്ട്. ഇതുവരെ 570 രേഖകളാണ് ഈ ഒരു പട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരു 2 വർഷം കൂടുമ്പോൾ ഈ പട്ടിക ഇങ്ങനെ പുതുക്കുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ 25 കൊണ്ടുവന്നു, ഇനി 27-ലായിരിക്കും പട്ടിക കൊണ്ടുവരിക. അന്നേരം പുതിയ കാര്യങ്ങളിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുന്നതിനൊക്കെ. അപ്പൊ നാട്യശാസ്ത്രത്തെയും ഭഗവത്ഗീതയുമാണ് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക്. യുനെസ്കോയുടെ പുതിയൊരു പദ്ധതി കൂടിയാണ്. ആളുകൾക്ക് കൃത്യമായിട്ട് ലോകത്തിന്റെ പൈതൃകത്തെ മനസ്സിലാക്കാനും ലോകത്തിന്റെ കാഴ്ചപ്പാടുകളെ കൂടുതൽ നല്ല രീതിയിൽ കാണാനും ഒക്കെ ആയിട്ട് യുനെസ്കോ കൊണ്ടുവന്നിട്ടുള്ള ലേറ്റസ്റ്റ് പദ്ധതിയാണ് കേട്ടോ ഇത്. അടുത്തത് നാസയിലെ ബഹിരാകാശ യാത്രികനായ സുനിത വില്യംസും ബർവിൽ മോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഏതായിരുന്നു? ഓപ്ഷൻ സി ആണല്ലേ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ വംശജനായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെയും അടുത്ത കാലത്ത് ബഹിരാകാശ ദൗത്യം വളരെ ശ്രദ്ധ മറിഞ്ഞതായിരുന്നു അല്ലെ. കാരണം എന്താണ്? അവർ പോയി തിരിച്ചു വരുന്ന ദിവസമായിട്ട് പോലും തിരിച്ചു വരാതെ വളരെയധികം ജനശ്രദ്ധ നേടിയ ഒന്നായിരുന്നു ഈ തവണത്തെ യാത്ര എന്ന് പറയുന്നത്. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിലെ ആദ്യ ക്രൂഡ് ഫ്ലൈറ്റിന്റെ ഭാഗമായാണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. 2024 ജൂൺ 5-നാണ് ഇവർ എന്ത് ചെയ്ത് ബുച്ച് വിൽമോറിനൊപ്പം സുനിത വില്യംസ് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തില് എന്ത് ചെയ്യുന്നത്, ബഹിരാകാശത്തേക്ക് പോകുന്നു. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെ അടുത്ത കാലത്തെ ബഹിരാകാശ ദൗത്യം വളരെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. എന്തായിരുന്നു അത്? കാരണം ഒരാഴ്ച ദൗത്യത്തിന് പോയത് സുനിത വില്യംസും ബുച്ച്മോറും 9 മാസം കഴിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത്. അവരെ എന്തിനു ദൗത്യത്തിന് എന്നാണ് പോയത്? 2024 ജൂൺ 5-ാം തീയതിയാണ് ഇവര് പോകുന്നത്. സുനിത വില്യംസ് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈൻ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച്മോറും യാത്ര തിരിക്കുന്നത്. ഒരാഴ്ചത്തെ ദൗത്യമായിരുന്നു ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു പേടകത്തിന് ഹീലിയം ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചില്ല. ഇവർ രണ്ടുപേരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിൽക്കുകയും പേടകം മാത്രം തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് 2025 മാർച്ച് 18 മാർച്ച് 18-ാം തീയതിയാണ് ഇവർ രണ്ടുപേരും തിരിച്ചു വരുന്നത്. ദൗത്യനിടെ സുനിത വില്യംസ് ഒരു വനിതാ ബഹിരാകാശ സഞ്ചാരിയുടെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തമെന്ന റെക്കോർഡ് മറികടന്ന് ആകെ 62 മണിക്കൂർ 6 മിനിറ്റും ബഹിരാകാശ നിലയത്തിന് പുറത്ത് ചെലവഴിച്ചു. ഇത് റെക്കോർഡ് നേട്ടമായിരുന്നു കേട്ടോ. ഇതേണ്ട കാലയളവിൽ അവർ ബഹിരാകാശ നിലയത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്ത് 90 മണിക്കൂറിലധികം ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ തന്നെ
എന്താണ് 150 പരീക്ഷണങ്ങൾക്കും അവർ നേതൃത്വം നൽകി. അപ്പൊ 90 മണിക്കൂറോളം ഇവർ എന്ത് ചെയ്തു, ഗവേഷണത്തിൽ ഏർപ്പെടുകയും 150-ലധികം പരീക്ഷണങ്ങളും ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു, ഈ ബഹിരാകാശ നിലയത്തിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ തകരാറ് കാരണം അപ്രതീക്ഷിതമായി നീണ്ടുപോയ സുനിത വില്യംസിന്റെ ബഹിരാകാശ ജീവിതത്തിലെ ഒരു വലിയ അധ്യായമായി മാറുകയും അങ്ങനെ ബഹിരാകാശവാസത്തിന്റെ സമയം എന്ന് പറയുന്നത് 608 ദിവസമാണ് ഇവരവിടെ ഉണ്ടായിരുന്നത്. അപ്പോ US ബഹിരാകാശ സഞ്ചാരിയുടെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സമയമായിട്ട് ഇത് മാറുകയും ചെയ്തു ഇന്ത്യയിലെ. അപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും എന്താണ് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിലാണ് തിരിച്ച് എന്താണ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. പോകുന്നത് സ്റ്റാർലൈൻ പേടകത്തിലായിരുന്നു. 2024 ജൂൺ 5 യാത്ര തിരിച്ച് 2025 മാർച്ച് 18 തിരിച്ചു വരുന്നത്. പേടകത്തിൽ ഹീലിയം ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർ തിരിച്ചു വരാൻ സാധിക്കാതിരുന്നത്. സുനിത വില്യംസ് എത്രയാണ് 62 മണിക്കൂർ 6 മിനിറ്റ് ആണ് ഈ ഒരു ബഹിരാകാശത്തിലൂടെ നടന്നതെന്നാണ് പറയപ്പെടുന്നത്. 608 ദിവസമാണ് ഇവർ രണ്ടുപേരും ബഹിരാകാശ പേടകത്തില് അതായത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവർ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ ഡി ആണല്ലേ. ഇവർ നാലുപേരും റൈറ്റ് ആൻസർ ആണ്. അപ്പൊ എന്താണ് ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിലെ കായിക രംഗത്തെ പരമോന്നത ബഹുമതിയാണ്. ഇന്ത്യയിലെ കായിക രംഗത്ത് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ഇത്. 2024 4 പേരാണ് ഇതിന് അർഹരായിട്ടുള്ളത്. ഫസ്റ്റ് വൺ മനു ബാക്കർ ആണ്. പ്രത്യേകത എന്താണ്? ഇതൊരു വനിതയാണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സ് 2 മെഡലുകൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ്. കൂടാതെ തന്നെ ഒരു ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ഗാദി മാർക്കുണ്ട് ഈ മനു ബാക്കറിനുണ്ടെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഡി ഗുഗേഷ് ആണ്. 18 വയസ്സിൽ ലോക ചെസ് ചാമ്പ്യനായ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഗുഗേഷ് ഡിയുടെ പ്രത്യേകത എന്താണ്? ഡി ഗുഗേഷ് എന്നാണ് കേട്ടോ യഥാർത്ഥ പേര്. 18 വയസ്സിൽ ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ഇനി മറ്റൊന്ന് ഹർമൻ പ്രീത് സിംഗ് ആണ്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ആണ് കേട്ടോ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ആണ് ആര്? ഹർമൻ പ്രീത് സിംഗ്. പ്രത്യേകത എന്താണ്? പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യൻ ഹോക്കി ടീമിനെ വെങ്കല മെഡലിലേക്ക് നയിച്ച വ്യക്തിയാണ്. മറ്റൊന്ന് പ്രവീൺ കുമാർ ആണ്. പാരാ അത്ലറ്റിക് ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യയുടെ അഭിമാനമായ വ്യക്തിയാണ് ആര്? നമ്മുടെ പ്രവീൺ കുമാർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹൈജമ്പിൽ ഏഷ്യൻ റെക്കോർഡ് സ്വർണം നേടിയ വ്യക്തി കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ 4 താരങ്ങൾക്ക് 25 ലക്ഷം രൂപയും മെഡലും ബഹുമതി പത്രവുമാണ് ലഭിക്കുന്നത്. 25 ലക്ഷം രൂപയും മെഡലും ബഹുമതി പത്രവുമാണ് ഇവർക്ക് ലഭിക്കുക. 2025 ജനുവരി 17 രാഷ്ട്രപതി ഭവനിൽ വെച്ച്. എന്നാണ് ഇവർ ഏറ്റുവാങ്ങിയത്? 2025 ജനുവരി 17 രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ഈ പുരസ്കാരങ്ങൾ സമർപ്പിച്ചത്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പൊ 2024-25 അധ്യയന വർഷത്തിൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഏർപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്തം, ഇരുള നൃത്തം, മംഗലം കളി, മിതുവ നൃത്തം, മലപുലയ ആട്ടം. എന്താണ് 1, 2, 3, 4 അത് ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ പണിയ നൃത്തം വരും, അതുപോലെ പളിയ നൃത്തം വരും, പിന്നെ ഇരുള നൃത്തം വരും, അതുപോലെ തന്നെ മിതുവ നൃത്തവും മലപുലയ ആട്ടവുമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി എന്താണ് ഈ ഇരുള നൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പാലക്കാട് അട്ടപ്പാടിയിലെ ഇരുള ഗോത്ര വിഭാഗത്തിലെ തനത് കലാരൂപമാണ് കേട്ടോ. അപ്പൊ ഇരുള നൃത്തത്തിന്റെ പ്രത്യേകത എന്താ? ഇത് എവിടെയാണ് നടക്കുന്നത്? പാലക്കാട് അട്ടപ്പാടിയിലെ ഇരുള ഗോത്ര വിഭാഗത്തിലെ തനത് കലാരൂപമാണ് എന്ത്? ഇരുള നൃത്തം. സ്ത്രീകളും കുട്ടികളും എന്നിവരുടെ സംഘമാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തത് മലയപ്പുലയാട്ടമാണ് കേട്ടോ. മലയപ്പുലയാട്ടം. എന്താണ് ഈ മലയപ്പുലയാട്ടം? മലമ്പുലയ വിഭാഗത്തിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ഏത്? മലയപ്പുലയ ആട്ടം. അതാണ് മലപ്പുലയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് 4-5 നിരകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മലപ്പുലയ നൃത്തം അവതരിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന് എന്താണ്? പളിയ നൃത്തമാണ്. എന്താണ് പളിയ നൃത്തത്തിന്റെ പ്രത്യേകത? പള്ളിയർ ഗോത്ര വിഭാഗത്തിലെ തനത് കലാരൂപമാണ്. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ചില പ്രദേശങ്ങളിൽ ഈ നൃത്തം എന്താണ് പ്രചാരത്തിലുണ്ട്. വിവാഹങ്ങള്, ഉത്സവങ്ങള്, രോഗശാന്തി, മഴ ലഭിക്കുന്നതിന് പ്രാർത്ഥന എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പളിയ നൃത്തം ഇവർ അഭ്യസിക്കുന്നത്. പളിയ ഗോത്ര വിഭാഗത്തിന്റെ തനത് കലാരൂപമാണിത്. മധ്യ കേരളത്തിലെയും
തെക്കൻ കേരളത്തിലെയും ചില പ്രദേശങ്ങളിലും ഈ നൃത്തം പ്രചാരത്തിലുണ്ട്. വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, രോഗശാന്തി, മഴ ലഭിക്കുന്നുള്ള പ്രാർത്ഥനകൾ എന്നീ സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പളിയ നൃത്തം ഇവര് അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന് മംഗലം കളിയാണ്. മംഗലം കളി. മംഗലങ്ങളുടെ പ്രത്യേകത എന്താ? കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ മാവിലർ, മലവേട്ടുവർ തുടങ്ങിയ ഗോത്ര വിഭാഗത്തിലെ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കലാരൂപം അനുഷ്ഠിക്കുന്നത്. വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഇവർ നൃത്തം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് മംഗലം കളിയുടെ പ്രത്യേകത പോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട്, വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മാവിലർ, മലവേട്ടുകാർ തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങളാണ് ഈ ഒരു നൃത്തം അവതരിപ്പിക്കുന്നത്. മറ്റത് പണിയ നൃത്തമാണ്. എന്താണ് പണിയ നൃത്തത്തിന്റെ പ്രത്യേകത? വയനാട്ടിലെ പണിയ ഗോത്ര വിഭാഗത്തിലെ പരമ്പരാഗത നൃത്തമാണ് എന്താണ് വട്ടക്കളി എന്നും ഇത് അറിയപ്പെടുന്നത്. കാരണം കൈകൾ പരസ്പരം ബന്ധിപ്പിച്ച് വൃത്താകൃതിയിൽ താളത്തിലായിരിക്കും ഇവര് കളിക്കുക. പണിയ നൃത്തത്തിന്റെ പ്രത്യേകത എന്താ? വയനാട്ടിലെ പണിയ ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്ത രൂപമാണ് ഏത്? പണിയ നൃത്തം. വട്ടക്കളി എന്നത് അറിയപ്പെടുന്നു. ഇതിന് കാരണം കൈകൾ പരസ്പരം ബന്ധിപ്പിച്ച് വൃത്താകൃതിയിലായിരിക്കും ഇവർ ഈ ഒരു കളി കളിക്കുക. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്നിട്ടുള്ള നൃത്ത രൂപങ്ങൾ എന്ന് പറയുന്നത്. ഓരോന്നിന്റെ പ്രത്യേകതകൾ ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് പ്രോട്ടീനുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ഉപകരണം ഏതാണ്? സഹായിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ഉപകരണമാണ് ഏത്? ആൽഫ ഫോർഡ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായിട്ടുള്ള എന്താണ് ആൽഫന്റെ ഉടമസ്ഥയിൽ DeepMind എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം ആണ് ഈ ആൽഫ ഫോർഡ്. ഈ പ്രോട്ടീന്റെ അമിനോ ആസിഡിന്റെ ക്രമം മാത്രം ഉപയോഗിച്ച് അതിന്റെ ത്രിമാന ഘടന അതീവ കൃത്യയോടെ പ്രവചിക്കാനാണ് ഉപയോഗിക്കുന്നത്, ഈ ആൽഫ ഫോർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രോട്ടീൻ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇതിന്റെ ത്രിമാന ഘടന മനസ്സിലാക്കാനായിട്ടാണ് ഗവേഷകര് ഇത് ഉപയോഗിക്കുക എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിന്റെ ജീവിവർഗത്തിലുള്ള കോടിക്കണക്കിന് പ്രോട്ടീനുകളുടെ ത്രിമാന ഘടനകൾ ആൽഫ ഫോർഡ് പ്രവചിക്കാനും അത് പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റാബേസിന്റെ വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ഇന്ന് കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2-ാം തീയതി പറഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കിപ്പോയത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. 9-ാം തീയതിയും ഇതിനകത്തുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നടന്നിട്ടുള്ള CPOയുടെ WCPയുടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ചെനാബ് പാലവും അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനും ചോദ്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. 25 മോഡൽ എക്സാം ഉൾപ്പെടെയാണ് നൽകുന്നത്. മാർക്കും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ ടെലിഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.